നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി ഇന്നത്തെ ദിവസം എന്താണെന്ന് നോക്കിയാലോ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി പറഞ്ഞു തരുന്നത്. തേർഡ് പാർട്ടിയോടുള്ള വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. 3 of Cups, 5 of Wands, Strength, Hanged Man, King of Pentacles. ടവർ തനിയെ താഴെ വീണായിരുന്നു, ഞാൻ എടുക്കേണ്ടത് ഹെറോഫൻറ്റ്. 5 ഓഫ് പെൻഡക്കിൾസ്, ടവർ തനിയെ വീണിരുന്നു. 2 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് സൗഹൃദപരമായി പെരുമാറി സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം അവരുടെ ഇടയിൽ. പക്ഷെ അവർ അതൊക്കെ തന്നെ കുറച്ച് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നവർ ഇവരെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, 5 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവർക്ക് ഇവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് അങ്ങ് ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോരാനൊന്നും ഇവർക്ക് സാധിക്കില്ല. കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. തീർച്ചയായും ഫാമിലിയാണ്, അവരെ എടുത്തെറിഞ്ഞ് അങ്ങ് കളഞ്ഞിട്ട് വരാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി തന്നെയാണ്. ഹെയറോഫൻഡ് വെച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു മാരേജ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ കോർഡിയലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ വന്നിട്ട് സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടൊക്കെ നാട്ടുകാരെന്താ പറയും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ വളരെയധികം ബോധേഡായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. ഇവരെ 4 പേർക്കറിയാം. ഇവർ 4 പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു സൊസൈറ്റിയെ പേടിച്ചേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിൽ അകത്ത് എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളാണെങ്കിൽ പോലും പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു ഇഷ്യൂവും ഉള്ളതായിട്ട് തോന്നില്ല. ഓക്കെ, അങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുറമേക്ക് രണ്ടുപേരും തന്നെ വളരെ സൗഹൃദപരമായിട്ടും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നതായിട്ടും, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ല ഫാമിലിയോടുള്ള മറ്റ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്ത് പോരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആവശ്യത്തിന് സംസാരിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുക, ഡിസ്കസ് ചെയ്യുക, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്.